ിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ ആദ്യ ക്ലാസ്സുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? അല്ലേ? ആർക്കിടെക്ചർ അറിയാത്ത ഒരു എംപ്ലോയിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ കുബർനെറ്റിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു കാര്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല അല്ലേ? അതുകൊണ്ട് ആദ്യ ക്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞത് ഓർക്കസ്ട്രേഷൻ എത്ര ടൈപ്സ് ഉണ്ട്, അത് എവിടെയൊക്കെ ഡിപ്ലോയ്മെന്റ് ചെയ്യും, ഏതൊക്കെ എന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ കുബർനെറ്റിസിലേക്ക് വന്നു, കുബർനെറ്റിസ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ അതിന്റെ വേർഡ് മീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ദെൻ നമ്മൾ പോയത് അതിന്റെ ആർക്കിടെക്ചറിലേക്കാണ്. നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ പോയത് ആർക്കിടെക്ചറിൽ പോയപ്പോൾ നമ്മൾ പറഞ്ഞു കൺട്രോൾ മാനേജർ ഉണ്ട്, അതേപോലെ തന്നെ API സർവേഴ്സസ് ഉണ്ട്, ETCD, ഷെഡ്യൂളർ, കൺട്രോൾ മാനേജർ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്താണ്, സ്പെസിഫൈ ചെയ്ത് ഓരോ ഏരിയ വെച്ച് നമ്മൾ എന്ത് ചെയ്ത് പോയാണ്, നമ്മൾ പഠിച്ചു പോയതാണ് അല്ലെ? പിന്നെ അതേപോലെ നോഡിലേക്ക് വരുമ്പോൾ ക്യൂബ്ലെറ്റ് എന്ന് പറഞ്ഞ ഏജ് ഉണ്ട്, ക്യൂപ്രോക്സി ഉണ്ട്, ഇവരാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഇവർ നമ്മളെ കണക്ഷൻസ് എങ്ങനെയാണ്, ഇവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്താണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആസ് എ ഷെഡ്യൂളറിനെ കുറിച്ച് നമ്മൾ എടുത്തു പഠിക്കാനായിട്ട് പോവുകയാണ് അല്ലെ? നമ്മുടെ ഇതുവരെയുള്ള നോളജിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂളർ ആണ് തീരുമാനിക്കുന്നത് അല്ലെ? നമ്മളൊരു പോഡ് ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പോഡ് എവിടെയാണ് ഏത് നോഡിലാണ് ഡിപ്ലോയ്മെന്റ് ചെയ്ത് തരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഏജന്റ് ആരാണ്, സർവീസ് ആണ് ആരെന്ന് പറയുന്നത്, ഷെഡ്യൂളർ എന്ന് പറയുന്നത് അല്ലെ? നമ്മളത് മനസ്സിലാക്കിയതാണ്, നമ്മൾ കണ്ടതുമാണ്. ഓക്കെ, അപ്പൊ ഷെഡ്യൂളറിന് തീരുമാനിക്കാം നമ്മളൊരു 10 പോഡ് കൊടുക്കുമ്പോൾ അതിൽ 5 നോഡ് 1ലേക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യണോ, അതാ ഈ നോഡ് 2വിലേക്ക് 2 കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂളർ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഈ ഷെഡ്യൂളർ തീരുമാനിക്കുന്നത് പല പല കാര്യങ്ങൾ ഫ്രണ്ടിൽ നിർത്തിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഈ ഷെഡ്യൂളർ ഈ കാര്യം തീരുമാനിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇരിക്കുന്നത്. Actually, a scheduler was a newly created pods that have no not as നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആദ്യമേ അസൈൻ ചെയ്യുന്നില്ല അല്ലെ? നമ്മളൊരു പോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അസൈൻ ചെയ്തില്ല എനിക്ക് ഇന്ന പോഡിലേക്ക് വേണം, എനിക്ക് ഇന്ന നോഡിലാണ് എന്റെ പോഡ് ഡിപ്ലോയ്മെന്റ് ചെയ്യേണ്ടത്, ആ നോഡ് കുറച്ചും കൂടി പെർഫോമൻസ് ഉള്ളതാണെന്നും നമ്മൾ ആദ്യ ക്ലാസ്സിലൊന്നും പറയുന്നില്ല. പറയുന്നുണ്ടോ? പോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല, മനസ്സിലല്ലേ? പക്ഷേ ഷെഡ്യൂളർ ആണ് നമുക്ക് തീരുമാനിച്ച് തരുന്നത്, നമുക്ക് ഏതിലാണ് നമ്മളെ പോഡ് റൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീരുമാനിച്ച് നമുക്ക് തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആക്ച്വലി ഈ നോഡ് സെലക്ഷൻ ഈ കുബർനെറ്റിസിലെ ക്യൂബ് ഷെഡ്യൂളർ ആക്ച്വലി ഈ നോഡ് സെലക്ട് ചെയ്യുന്നത് 2 കണ്ടീഷൻ വെച്ചിട്ടാണ്. ഒന്ന് ഫിൽട്ടറിങ്ങും രണ്ടാമത് സ്കോറിങ്ങും വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുക, അവർ ഈ ഓപ്ഷൻസ് അവർ എന്ത് ചെയ്യുന്നത്, അവർ ഏത് നോഡിലാണ് നമ്മുടെ പോഡിനെ ഡിപ്ലോയ്മെന്റ് ചെയ്ത് തരേണ്ടത് എന്നുള്ള കാര്യം അവർ ഫിൽട്ടർ ചെയ്യുന്ന ഇതിനകത്താണ്. മനസ്സിലാണ്ടോ? 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ഫിൽട്ടറിങ്ങും രണ്ടാമത് സ്കോറിങ്. ഫിൽട്ടറിങ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മൾ അവൈലബിലിറ്റി ആണ് അവർ നോക്കുന്നത്, ഫീസിബിലിറ്റി ആണ് അവർ എന്ത് ചെയ്യുന്നത്, അവർ ചെക്ക് ചെയ്യാറുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ സ്കോറിങ് എന്ന് പറയുമ്പം ഇപ്പൊ നമ്മളിലിപ്പോ ഒരു 3 നോഡ് ഉണ്ടെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ആർക്കിടെക്ചർ പ്രകാരം നമുക്ക് എത്ര നോഡുണ്ട്, 2 നോഡുണ്ട്. ഓക്കെ, 2 or 3 നോഡ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ 20 CPU യൂസേജ് അല്ലെങ്കിൽ ഒരു 5 CPU യൂസേജ് ഉള്ള ഒരു 5 പോഡാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചോളൂ. ഓക്കെ, ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലേക്ക് നോക്കുമ്പോൾ ഈ നോഡിനകത്ത് ചിലപ്പം ഒരു 2 CPU അവൈലബിൾ ഉണ്ടായിരിക്കത്തുള്ളൂ, ഈ നോഡിൽ ചിലപ്പോൾ ഒരു 10 CPU അവൈലബിൾ ഉണ്ട്, അപ്പുറത്തെ നോഡ് വരുമ്പോൾ അവിടെ ഒരു 16 CPU അവൈലബിൾ ഉണ്ട്. എന്നിട്ട് അവർ ചെയ്യുന്നത് ഇതിന് നമുക്ക് എന്താണോ റിക്വേർഡ് ആയിട്ടുള്ള, അതായത് നമുക്കൊരു 10 CPU ആണ് റിക്വേർഡ് ആയിട്ടുള്ള, അതിനെ ഇവിടെ വെച്ച് മൈനസ് ചെയ്തിട്ട് ഏതാണോ കൂടുതലുള്ളത് അതിനിങ്ങനെ ഓരോ റാങ്ക് അങ്ങ് അസൈൻ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നമ്മളിൽ ഏറ്റവും കൂടുതൽ CPU ബാലൻസ് വരുന്നത്, അതായത് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 10 CPU ഇതിലേക്ക് കൊടുക്കാൻ പാടില്ല, കാര്യം ഇതിനകത്ത് 12 ഉണ്ടെങ്കിൽ 2 CPU മാത്രമേ ബാലൻസ് വരത്തുള്ളൂ അല്ലെ? ഇതിനകത്ത് കൊടുക്കുമ്പോഴും 2 CPU മാത്രമേ ബാലൻസ്. പക്ഷെ വേറെ നോഡില് നമ്മൾ എന്താണ്, ഒരു 20 CPU അവൈലബിൾ ആണ്, അതിനകത്ത് നമ്മൾ 10 ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ത് ചെയ്യും, ബാലൻസ് വരും അല്ലെ? ബാലൻസ് വരും. അപ്പൊ ബാലൻസ് വരുന്ന ഒരു ഷെഡ്യൂൾ ഒരു നോഡിന് അവരെന്ത് ചെയ്യും, കൂടുതലായിട്ട് അവരെന്ത് ചെയ്യും, റാങ്ക് നമ്പർ കൊടുത്തില്ലെങ്കിൽ അതിലേക്ക് അവരെന്ത് ചെയ്യാൻ നോക്കും, ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതെല്ലാം ഓട്ടോമേഷനിൽ നടക്കുന്ന പരിപാടിയാണ്. അതായത് അവൈലബിൾ ആയിട്ടുള്ളതിലേക്ക് കൊടുക്കും അല്ലെ? അവൈലബിൾ ആയിട്ടുള്ളതിലും റാങ്ക് നിശ്ചയിച്ച് ചെയ്യുന്നതാണ് നോർമലി ഇവർ എന്ത് ചെയ്യുന്നത്, നമുക്ക് ചെയ്യുന്ന മെത്തേഡ്, ഡിഫോൾട്ട് ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇതൊക്കെ നമുക്ക് മാറ്റാം. ഇതിപ്പം ഇവര് പറയുന്നത് പോലെ തന്നെ, ഇവര് പറയുന്ന നോഡിൽ തന്നെ നമ്മളെ പോഡ് ഡിപ്ലോയ്മെന്റ് ചെയ്യണം, അതൊരിക്കലും ചെയ്യുന്ന പരിപാടിയല്ല അല്ലെ? നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പോഡിലേക്ക് പല മെത്തേഡ് ഉണ്ട്, അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് നോഡ് 2വിലാണ് എന്റെ പോഡ് ഡിപ്ലോയ്മെന്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അത് ആക്ച്വലി നമ്മുടെ പോഡ് ക്രിയേറ്റ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഫയൽസിൽ തന്നെ നമുക്ക് പറയാം. കാണുന്നുണ്ടോ?
നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ച ഞാൻ API വേർഷൻ ഏതാണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൈൻഡ് ഏതാണ്, പോഡ് ആണെങ്കിൽ പോഡ്, സർവീസ് ഒബ്ജക്റ്റ്, ഡിപ്ലോയ്മെന്റ് ഫയൽസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. സർവീസ് ഒബ്ജക്റ്റ് ഇതൊക്കെ പറഞ്ഞാണ്. നമ്മളിപ്പം മെറ്റാഡേറ്റ ഏതാണ്, നമ്മുടെ പോഡിന്റെ പേര് പറഞ്ഞു. ലേബിൾസ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്. നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു, ഇറ്റ്സ് ആൻ ID കാർഡ്, ഇറ്റ്സ് ആൻ ID കാർഡ് അല്ലെ. ഒരു കോളേജിന്റെയും സ്കൂളിന്റെയും ഒക്കെ ക്ലാസ് റൂമിന്റെ ഒക്കെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഒരു 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾ അവര് ID കാർഡ് വെച്ച് അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് അവര് ഒരു ദിവസം വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, ആ സ്കൂൾ റൂം ഇടിഞ്ഞു പോയി. ഓക്കെ, തിരിഞ്ഞു വരുമ്പോൾ അവരെന്തായി കഴിഞ്ഞു, അവർക്ക് അവിടെ ക്ലാസ് റൂം ഇല്ല. അപ്പോൾ അവരെന്താണെന്ന് പറഞ്ഞു, ഓർഫൺ ആണ് അല്ലെ. അവർക്ക് ചെന്നിരിക്കാനൊരു റൂമില്ല. പക്ഷെ അതേ 10ാം ക്ലാസ് വേറൊരിടത്ത് അവർ ബിൽഡ് ചെയ്തു. സെയിം ബോർഡിൽ സെയിം ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം ID കാർഡുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അവിടെ പോയി ഇരിക്കാം അല്ലെ. ഓട്ടോമാറ്റിക് പോയി ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, ഓർക്കുന്നുണ്ടായിരിക്കും. ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ലാബിലെല്ലാം, ഓർക്കുക. ഓക്കെ, അതാണ് ലേബിൾസ്. ദെൻ നമ്മൾ കണ്ടെയ്നേഴ്സിന്റെ പേര് പറഞ്ഞു. നമ്മൾ ആക്ച്വലി ഇതുവരെ പറഞ്ഞതെല്ലാം ഈ കണ്ടെയ്നറിന്റെ പോഡ് മീൻസ് നമ്മുടെ ഇതിനകത്ത് വരുന്ന പോഡിന്റെ പോർട്ട് മാത്രം പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ചെയ്തിരുന്നത് അല്ലെ. പക്ഷേ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നോഡിലാണ് എന്റെ ഡിപ്ലോയ്മെന്റ് എനിക്ക് വേണ്ടതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അവിടെ എന്റെ നോഡ് നെയിമും കൂടെ പറഞ്ഞാൽ മതിയാവും. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് നമ്മൾ പോഡ് ഡിപ്ലോയ്മെന്റ് ചെയ്യണമെങ്കിൽ ഷെഡ്യൂളർ ഉറപ്പായിട്ട് നമുക്ക് എവിടെ തന്നെ ഡിപ്ലോയ്മെന്റ് ചെയ്ത് തരും, ആ നോഡ് 2-ൽ തന്നെ ഡിപ്ലോയ്മെന്റ് ചെയ്ത് തരും. കാര്യം മനസ്സിലായോ? അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഇറർ അടിക്കും കേട്ടോ. അവിടെ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി അവിടെ ഇല്ല എങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ടായിരിക്കും, അവിടെ നമുക്ക് എറേഴ്സ് വരും. ഈ YMF ഫയലിൽ നമ്മൾ ഈ നോഡ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ചെയ്തു തരുമെന്നാണ് സാർ പറയുന്നത്. അതെ, ഉറപ്പായിട്ടും അവിടെ തന്നെ ചെയ്തു തരും. അങ്ങനെ അതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാതിരിക്കുമ്പോഴാണ് ഇവര് ഫിൽറ്ററിങ്ങും അതേപോലെ ഷെഡ്യൂളർ, നമ്മുടെ സ്കോറിങ്ങും ഇതിലേക്കൊക്കെ പോകുന്നത്. മനസ്സിലായോ? അതല്ല, നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ സ്പെസിഫൈ ചെയ്യുന്നതിനകത്ത് റിസോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം അല്ലെ. റിസോഴ്സ് വേണം. നമ്മൾ അല്ലെങ്കിൽ ഇത്ര CPU അവൈലബിലിറ്റി ഉണ്ട്, ഇത്ര RAM അവിടെ അവൈലബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് എന്തായിരിക്കണം, കൺഫേം ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത് പറ്റത്തുള്ളൂ. ഇതല്ലാതെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ബൈ നോഡ് ഇൻഫിനിറ്റി, അങ്ങനെ നോഡ് അഫിനിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? കുറെ ഓപ്ഷൻ, അഫിനിറ്റി, ആന്റി അഫിനിറ്റി, നോട്ട് സെലക്ടർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ബേസിക്കലി ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളറിനെ അല്ലെങ്കിൽ ഒരു നോഡിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പൊ നമ്മളിൽ കുറെ ഡിപ്ലോയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ധാരാളം ഔട്ട് ഓഫ് വർക്ക് ഉണ്ട് അവിടെ. മനസ്സിലാവും? ഈ ക്ലസ്റ്ററിനകത്ത് അതായത് നമ്മൾ പഠിച്ച നെയിം സ്പേസ് ഞാൻ പറഞ്ഞു, ഇത് നമ്മളൊരു വിർച്വൽ ക്ലസ്റ്റർ ആയിട്ട് മൾട്ടിപ്പിൾ ടീംസിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞു, യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. മൾട്ടിപ്പിൾ ടീംസിന് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഡെവ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഷെഡ്യൂളറിന് ലോട്ട് ഓഫ് ജോബ് വരെയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയാണ് എനിക്ക് എന്റെ ഡിഫോൾട്ട് ഷെഡ്യൂളർ തന്നെ ഷെഡ്യൂളർ തരണ്ട, എനിക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഷെഡ്യൂളേഴ്സിന് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺഫിഗർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മുടെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആവശ്യപ്പെടുന്ന പോഡുകളായാലും സർവീസസുകളായാലും ഷെഡ്യൂൾ ചെയ്ത് തരാൻ ആർക്ക് പറ്റും, നമ്മുടെ ക്ലസ്റ്ററിന് പറ്റും. അവിടെയാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, ആസ് എ മൾട്ടിപ്പിൾ ഷെഡ്യൂളർ. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഈ മൾട്ടിപ്പിൾ ഷെഡ്യൂളർ കൊണ്ടുവന്നിട്ട് കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ പറയുന്ന കോൺഫിഗറേഷൻ ഫയലിനകത്ത് നമുക്ക് പറയാം, കാരണം ഈ ഷെഡ്യൂളർ ആണ് എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് തരേണ്ടത്. ആക്ച്വലി നമ്മൾ കസ്റ്റമൈസ് ചെയ്യാണ് അല്ലെ. നമ്മൾ ബൈ ഷെഡ്യൂളർ ഉണ്ട്, ഷെഡ്യൂളർക്ക് ഇതൊക്കെ റാങ്കും ഇത് ഫിൽറ്ററും ഇതൊക്കെ വെച്ചിട്ട് ചെയ്തു തരുന്നു. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന നോഡിലേക്ക് അവൻ ചെയ്തു തരുന്നു. പക്ഷെ അയാൾ ബിസി ആണെങ്കിൽ നമ്മൾ പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൾട്ടിപ്പിൾ ഷെഡ്യൂളറെ കൊണ്ടുവന്നിട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരാളിന് പകരം ആ സെയിം ജോലി ചെയ്യുന്ന 2-3 പേര് അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് എന്താവും, സ്മൂത്ത് ആവും. ശരിയല്ലേ? ശരി, ആ കൺസെപ്റ്റ് ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഒരു 1000 കിലോ അല്ലെങ്കിൽ 100 കിലോ വെയിറ്റ് എടുക്കുകയാണ്. വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ 2 പേര് കൂടി എടുക്കുന്നതാണോ 4 പേര് കൂടി എടുക്കുന്നതാണോ ലാഭം? 4 പേര് കൂടി എടുക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ മൾട്ടിപ്പിൾ ഷെഡ്യൂളറിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഷെഡ്യൂളർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? കുബർനെറ്റീസ് ഷിപ്സ് വിത്ത് ഡിഫോൾട്ട്, നമ്മൾ ഇത്ര നേരം ഡിഫോൾട്ട് ഷെഡ്യൂളറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. If the default scheduler does not suit for need, you can implement your own scheduler. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഷെഡ്യൂളറിനെ ക്രിയേറ്റ് ചെയ്യാം. Moreover, you can even run multiple schedulers simultaneously alongside the default scheduler and instruct Kubernetes use of each of your pods. മനസ്സിലാകുന്നുണ്ടോ? മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഷെഡ്യൂളേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ ഷെഡ്യൂളേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. കണ്ടോ, നമ്മുടെ ഷെഡ്യൂളർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഫയൽസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞു വെക്കാം എന്താണ്, നമ്മൾ ഇന്ന ഷെഡ്യൂളർ വെച്ചാണ് എനിക്ക് ഇന്ന ഷെഡ്യൂളർ ആണ് എനിക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത് തരേണ്ടതെന്നൊക്കെ നമ്മള് കോൺഫിഗറേഷൻ ഫയൽസിലൊക്കെ പറയാനുള്ള ഓപ്ഷൻസ് എവിടെ തരുന്നുണ്ട്, ഇവര് നമുക്ക് തരുന്നുണ്ട്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഈ കോൺഫിഗറേഷൻ ഫയലും ഈ ഒരു YML ഫയൽ ആയിരിക്കും അല്ലേ സാറേ? ഇല്ല, എല്ലാം YML ആണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് കുബർനെറ്റീസ് കൺസിഡർ ചെയ്യുന്നത് 2 ടൈപ്പ് ഫയൽസുകളാണ്. ഒന്ന് YML ഫയലും രണ്ടാമത് JSON ഫയൽസും കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും മാർക്കപ്പ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ YML ലാംഗ്വേജ് ആണ്. ശരി, വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഏത്, നമ്മുടെ YML ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞോളൂ. ഇപ്പം നമ്മളൊരു സ്കെഡ്യൂളർ ഒക്കെ ചെയ്യണമെന്നെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ? അതെ, ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ഡിപ്ലോയ്മെന്റ് ചെയ്യാം. പിന്നെ ഡിപ്ലോയ്മെന്റ് ചെയ്യാം. നമ്മളുണ്ടോ ഈ നമുക്ക് ഏറ്റവും, ഞാൻ പറഞ്ഞില്ല, ഈ ഫയൽ ഈ ടൂൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ, വിഷ്വൽ കോഡ് എഡിറ്റർ. ഇതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, YML ഫയൽ എഴുതാം. ഇതുവഴിയാണല്ലോ നമ്മൾ ക്ലസ്റ്ററും കാര്യങ്ങളെല്ലാം എഴുതാൻ വേണ്ടി പഠിച്ചതെല്ലാം അല്ലെ. സോ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു YML ഫയൽ എഴുതി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യാനായിട്ട് എവിടെ പറ്റും, നമുക്ക് ക്ലസ്റ്ററിനകത്ത് പറ്റും. നമ്മൾ പറഞ്ഞ കേസസ് ഇത്രയേ ഉള്ളൂ. ഡിഫോൾട്ട് ഷെഡ്യൂളർ എടുക്കുന്നത് ബൈ ഡിഫോൾട്ട് ഫിൽട്ടറിങ്ങും ഈ പറഞ്ഞ റാങ്കിങ്ങും വെച്ചിട്ടായിരിക്കും അവൻ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്ത് തരിക. അതല്ല, നമുക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പോർട്ട് ഫയൽസുകളിൽ നമുക്ക് എന്ത് പറയാം, നോഡിനെ സ്പെസിഫൈ ചെയ്ത് പറയാം. അതല്ല, രണ്ടാമത്തെ കേസസ്, മൂന്നാമത്തെ കേസ് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഷെഡ്യൂളർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, നോട്ട് സെലക്ടർ ഉണ്ട്, നോട്ട് അഫിനിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നീട് വരും ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല.